എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല. ആദ്യരാത്രി ആയി, ഉറങ്ങാതെ എന്തെടുക്കുകയാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നു, ഉറക്കം വന്നില്ലേ? തന്നെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്നെയോ? ആ. ഏയ് അങ്ങനൊന്നും ഇല്ല. എന്നാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. നിങ്ങളായിരുന്നോ? ഭാഗ്യം. ഇപ്പൊ എല്ലാവരുടെ ശവം ഈ വരാന്ത വീണനെ. ഈ സാധനം എടുത്ത് നീട്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. കൈവിട്ട സൂത്രമാ. ആ രാമമേനൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് അയാൾക്ക് വല്ല സംശയമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. ആളിൽ കുറിയേര് പൊതുവെ പെശക, പോരാത്തതിന് കൂർമ്മ ബുദ്ധിയും. ഒടുവില് ഞങ്ങൾ തൂങ്ങേണ്ടി വരരുത്. ആരും ഭയപ്പെടണ്ട. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അറിയും ഉദയവർമ്മ മഹാരാജാവ് മരിച്ചു. ഒരു കാര്യം മറക്കണ്ട, ശവം ചിതയിൽ വെക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പണം മുഴുവൻ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് സംഭവിക്കും, എല്ലാവരും തൂങ്ങും. ഇല്ല, ഞങ്ങൾ ചതിക്കില്ല. പറഞ്ഞാലും കൂടുതൽ പണം തരും. എങ്കിൽ തമ്പുരാക്കന്മാർ പോയി സുഖമായിട്ട് കിടന്നുറങ്ങൂ. ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്നും ഇങ്ങനെ തന്നെയാ. എല്ലാരും വിലവടക്കി എണീക്കുമ്പോ നമ്മള് പകുതിയായിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങളും ഊണിന് മോശമല്ല. ലേശം മോരുകൂടാവാം. മോളെ ഇച്ചിരി മോരൂടെ ഒഴിച്ചു കൊടുക്ക്. കറികളൊക്കെ ഇഷ്ടമായോ തിരുവേനിക്ക്? അസലായി. കാളൻ ബഹു കേമം. ഇന്നെന്താ അടപ്രഥമൻ? പ്രത്യേകിച്ച് വല്ല വിശേഷമുണ്ടോ? പ്രഥമൻ ഏതെങ്കിലും ഒന്ന് എന്നും ഉണ്ടാവും. ഓ, അപ്പൊ എന്റെ ഭാഗ്യാണല്ലോ. ഇന്നത്തെ പ്രഥമൻ സൗദാമിനിയാ വെച്ചത്. വെച്ചതെന്ന് വെച്ചാൽ മേൽനോട്ടം. ആരാ സൗദാമിനി? ഞാനാണ്. ഓ, ബേഷായിരിക്കണു. ആളെ പോലെ തന്നെ പ്രഥമനും ജോറായിട്ടുണ്ട്. സൗദാമിനിയുടെ മനസ്സ് നിറഞ്ഞു. വലിയൊരു ഇല്ലത്തെ തിരുമേനിയാ പ്രശംസിച്ചത്. നല്ല ഷീത്തുള്ള മുഖം, ബ്രാഹ്മണത്വം നിറഞ്ഞു നിൽക്കുക. വലിയ ജ്ഞാനിയാണെന്നാ രവി പറഞ്ഞത്. പേരുകേട്ട ഇല്ലത്തിയ ഒറ്റ മകൻ. ആരാ? അനന്തൻ നമ്പൂതിരിയെ. പേര് കേട്ട ആളാ. അതേത് കാര്യത്തിൽ അതേ സംശയമുള്ളൂ. ഒന്ന് സൂക്ഷിച്ചോളൂ. പുളിങ്കൊമ്പാണെന്ന് കരുതി കയറി പിടിക്കുന്നത് മുറുക്കും കൊമ്പിലാവണ്ട. ഒരു നമ്പൂതിരിക്ക് മറ്റൊരു നമ്പൂതിരിയെ കണ്ടുവിടാന്ന് പറഞ്ഞ ശരിയാ. ഏടത്തി, സൗദാമിനിക്ക് ചേരുന്നുണ്ടെങ്കിൽ ഏടത്തി അങ്ങോട്ട് ആലോചിച്ചോളൂ.